ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഇഫ്താറിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്നാക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 250 ml 2 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1.5 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർക്കാം ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ഒരു ക്യൂബ് അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇട്ടത്. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇതിലേക്ക് നമ്മളെടുത്തിട്ടുള്ള വെള്ളം എടുത്ത് അതേ സെയിം അളവിൽ തന്നെ മൈദപ്പൊടി എടുക്കട്ടോ. 2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് പത്തിരിക്കൊക്കെ പൊടി വാട്ടണ അത്രയ്ക്ക് വേണ്ട, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും വേണം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലും ചെയ്തെടുക്കാം, ആട്ടപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാണ് ഏറ്റവും നന്നാവുക. ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു പൊടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ഡോ നമ്മൾ ആദ്യം തന്നെ ഡോ ആണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതൊരു 5-8 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു ടൈമിൽ ഈ ഒരു ഡോ സോഫ്റ്റ് ആയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അത് രണ്ടും ഒന്ന് ഗോൾഡൻ കളറാവും വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും നമ്മളെ വെളുത്തുള്ളി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാവർക്കും ഒരുപോലെ ടേസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിട്ടത്. ഇതിലേക്ക് നമുക്ക് പല വിധത്തിലുള്ള ഫില്ലിങ്ങും റെഡിയാക്കാം. ഈ ഒരു ഡോ വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടുവോളം നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ കുരുമുളക് പൊടിയാണ് കേട്ടോ. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നമ്മളിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണോണ്ടായിരിക്കാം ഇത് ചേർക്കുന്നത് കേട്ടോ ആണ്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ സമൂസ ഫില്ലിങ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ലേ, അതിൻ്റെ കുറച്ച് പീസസ് ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി ഞാനിത് ഈ ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് കുറച്ച് മാത്രം മതി. നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് നോക്കാം. ഫൈനലി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഫില്ലിങ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്കിതൊന്ന് ഒരു ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാത്രം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് പോരാ തോന്നിയപ്പോൾ കുറച്ചും കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അരക്കപ്പ് പാൽ ചേർത്തിട്ടുണ്ട്. പാലില്ലെങ്കിൽ പാൽപ്പൊടിയും ചേർക്കാം, പച്ചവെള്ളത്തിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോൾ നമ്മളെ ഈ ഒരു മൈദൻ്റെ ഡോ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തിൻ്റെയിലേറെ ഒന്നും കൂടി കട്ടിയായിട്ട്, അല്ലെങ്കിൽ കുബൂസിൻ്റെ അത്ര വേണ്ട കേട്ടോ, കുബൂസിൻ്റെ അത്ര കട്ടിയിൽ പരത്തിയെടുക്കണ്ട, ചപ്പാത്തിൻ്റെയിലേറെ ഒന്നും കൂടി കനത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഏത് ഷേപ്പിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഹാഫ് മൂണില്ലേ നമ്മളെ ചന്ദ്രക്കല അതേപോലത്തിൽ നമുക്ക് എടുക്കാം. ഇനി സ്റ്റാർ രൂപത്തിലൊക്കെ നമുക്ക് അതിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതായാലും ഈ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മടക്കി കൊടുക്കാം, ഫില്ലിങ് ഇതിലേക്ക് വെക്കാം. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, സ്പൈസസ് ഇതിൽ ആഡ് ചെയ്യണ്ടെന്ന് എഴുതിയിട്ടാണ്. ഒരു കളറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മയണൈസും നമ്മളെ എന്താ പറയുക ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കാം. ഇനി ചീസൊക്കെ ആയിട്ട് ചീസി ആയിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ നോർമലായിട്ട് ഇതുപോലെ ചെയ്തെടുത്തതാണ്. പിന്നെ ഇതൊരു കളറില്ലെങ്കിലും അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്കിതുപോലെയാണ് ഇഷ്ടം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ബ്രെഡ് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. ഞാനിപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കട്ട് ചെയ്ത് മാറ്റിയില്ല, അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, വേസ്റ്റ് ആക്കണ്ടെന്ന് എഴുതിയിട്ട്. എന്നിട്ട് നമ്മൾ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള ഈ ഐറ്റംസ് ഒന്ന് ഈ ഒരു എഗ്ഗിലൊന്ന് മുക്കിയെടുത്ത് നമ്മളെ എന്താ പറയുക ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. നമ്മളെ സ്നാക്സ് ഇതുപോലെ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇഫ്താറിൻ്റെ ടൈമിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റംസും കൂടിയാണ്, ട്രൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളായിട്ടും റെസിപ്പീസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.